പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ഇന്ന് ഒരു പുതിയ കഥ പരിചയപ്പെടാം. വെബ്സൈറ്റ് ചന്ദ്രമതിയുടെ ഒരു ചെറുകഥയാണ്. മലയാളത്തിലെ പ്രശസ്തയായ ഒരു സാഹിത്യകാരിയാണ് ചന്ദ്രമതി. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും അവരുടെ കൃതികൾ ലഭിച്ചിട്ടുണ്ട്. റെയിൻഡിയർ, ദേവീഗ്രാമം, ദൈവം സ്വർഗത്തിൽ, വേതാള കഥകൾ, പേരില്ലാ പ്രശ്നങ്ങൾ, ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. വർത്തമാനകാല ജീവിതത്തിൻ്റെ സങ്കീർണ യാഥാർത്ഥ്യങ്ങൾ തൻ്റെ കഥകളിൽ ചന്ദ്രമതി അവതരിപ്പിച്ചു. റെയിൻഡിയർ എന്ന അവരുടെ കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് നവമാധ്യമങ്ങൾ എങ്ങനെ മനുഷ്യബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് വെബ്സൈറ്റ് എന്ന കഥയിലെ പ്രമേയം. ഇൻ്റർനെറ്റ് കഫേയിൽ യാദൃച്ഛികമായി കാണുന്ന ഒരു സൈറ്റിൽ കയറി ഒരു യുവാവുമായി ചാറ്റ് ചെയ്യുന്ന ഒരു യുവതി. പരിചയപ്പെടലിൽ തുടങ്ങി സൗഹൃദത്തിലേക്കും പിന്നീട് കൂടുതൽ അടുപ്പത്തിലേക്കും പോകാൻ തുടങ്ങുന്ന ഒരു ബന്ധം. അതിലുള്ള ചതി മനസ്സിലാക്കി അവൾ അമ്പരക്കുന്നു. മുന്നോട്ട് പോകാൻ അവൾ സംശയിക്കുന്നു. ഈ മനസ്സിനെയാണ് കഥയുടെ അവസാനത്തിൽ നാം കാണുന്നത്. കഥ ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. പരസ്യങ്ങൾ നമ്മെ എപ്രകാരമാണ് കൊള്ളയടിക്കുന്നതെന്നും അവ നമ്മെ കൊടുക്കാനുള്ള ചൂണ്ടക്കൊളുത്ത് ആവുന്നത് എങ്ങനെയാണെന്നും ഈ കഥയിൽ പറയുന്നുണ്ട്. കഥയിലെ ആദ്യ വാക്യം തന്നെ നോക്കാം. ഒരു പരസ്യത്തിലായിരുന്നു തുടക്കം, ഒരു നടുക്കത്തിലായിരുന്നു ഒടുക്കം. അതാണ് ഈ കഥ. അതിലൊരു പരസ്യം പറയുകയാണ്. സുന്ദരനും അവിവാഹിതനും എൻജിനീയറിംഗ് ബിരുദാനന്തര ബിരുദധാരിയും ഏകാഗിയുമായ യുവാവ്, 39 വയസ്സ്, ഹോബികൾ സംഗീതം, വായന, ഇൻ്റർനെറ്റ്. സമാന അഭിരുചികളുള്ള യുവതികളിൽ നിന്ന് ശുദ്ധ സൗഹൃദം കാംക്ഷിക്കുന്നു. എഴുതുക ബോക്സ് 2525 KGD. കഥയിലെ സുന്ദരനും അവിവാഹിതനുമായ ആ ചെറുപ്പക്കാരൻ 39 വയസ്സുകാരനാണ്. അവൻ്റെ പേര് വിനോദ് കൃഷ്ണൻ എന്നാണ്. യാഥാസ്ഥിതികയാണെങ്കിലും സ്വന്തം അസ്തിത്വം ഉറപ്പിക്കാൻ വിട്ടുവീഴ്ചക്കൊരുക്കമായി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സ്മിതയാണ് കഥയിലെ നായിക. ഏകാന്തത, ശുദ്ധ സൗഹൃദം എന്നീ വാക്കുകളാണ് പരസ്യത്തിലേക്ക് അവളെ ആകർഷിക്കുന്നത്. കഥാനായകൻ 39 വയസ്സുകാരനായിട്ടുള്ള വിനോദ് കൃഷ്ണ. കഥയിലെ നായിക പേര് സ്മിത, ശരിക്കുള്ള പേര് സുസ്മിത എന്നാണ്. അതേ പേരുകാരിക്ക് വിശ്വസുന്ദരി പട്ടം കിട്ടിയപ്പോൾ ഞാൻ ആദ്യാക്ഷരം ഉപേക്ഷിച്ചു. വെറുതെ ഉപേക്ഷിച്ചതല്ല കേട്ടോ, ഗസറ്റിൽ പരസ്യം ചെയ്ത് പേര് മാറ്റിയതാണ്. എനിക്ക് 28 വയസ്സ്, സ്മിതയ്ക്കിപ്പോൾ 28 വയസ്സുണ്ട്. മലയാളം MA ആണ്. അധ്യാപികയാവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നത്. സ്മിത നഗരത്തിൽ ഒരു പേയിങ് ഗസ്റ്റായിട്ടാണ് താമസിക്കുന്നത്. നിറയെ പെൺകുട്ടികൾ അവിടെയുണ്ട്. ഗൃഹനാഥൻ ദുബായിലാണ്. താഴത്തെ നിലയിൽ അയാളുടെ ഭാര്യയും 2 പെൺമക്കളുമാണ് താമസം. മൂത്ത മകൾ കമ്പ്യൂട്ടർ ക്ലാസ് നടത്തുന്നു. അവിടെ നിന്നാണ് സ്മിത ഇൻ്റർനെറ്റും ഇമെയിലുമെല്ലാം പഠിച്ചത്. 7 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമെന്നാണ് ചട്ടം. ഓഫീസ് കഴിഞ്ഞാൽ ലൈബ്രറിയിലും അതുപോലെ ഇൻ്റർനെറ്റ് കഫേയിലും എല്ലാം പോയിട്ട് 7 മണിക്ക് മുമ്പ് തന്നെ സ്മിത കൂടണയാറുണ്ട്. മുകളിലത്തെ നിലയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണുള്ളത്. 4 കാണികളുണ്ട്. 4 പേരും വ്യത്യസ്ത ടേസ്റ്റ് ഉള്ളവരാണ്. ശബ്ദം കൂട്ടിയാൽ താഴെയിൽ നിന്ന് ഒച്ച വരും. അജ്ഞാതനായ ആ പ്രിയ സുഹൃത്തിന് സ്മിത എഴുതിയ കത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. തിങ്കളാഴ്ച അവൾ കത്ത് പോസ്റ്റ് ചെയ്യുന്നു. കത്തിന് വെള്ളിയാഴ്ച മറുപടിയും കിട്ടി. സുന്ദരനെന്ന് സ്വയം വിളിച്ച പരസ്യ യുവാവിന് നേരത്തെ വികൃതമായ കൈശ്വരമെന്ന് മനസ്സിലോർത്തുകൊണ്ട് സ്മിത കത്ത് പൊട്ടിക്കുകയും ചെയ്തു. ഇനി കത്തിൽ എന്തായിരുന്നു എന്ന് നോക്കാം. ഡിയർ സ്മിത, മലയാളം എനിക്കത്ര വഴങ്ങുകയില്ല. SSLCക്ക് കഷ്ടിച്ച് ചാടിക്കടന്നതാണ്. കൈയക്ഷരവും വഴങ്ങില്ല. കീബോർഡിൽ അടിച്ച് ശീലിച്ചു പോയി. ഇൻ്റർനെറ്റ് ഹരമാണെങ്കിൽ സ്മിതയും എന്നെപ്പോലെ കൂടുതൽ സമയവും
കമ്പ്യൂട്ടർ മുന്നിലാവുമല്ലോ. എനിക്ക് ഈ ലോകം മുഴുവൻ ഫ്രണ്ട്സുണ്ട്. ആര് ആരെന്നും ആര് എവിടെയെന്നും സത്യത്തിൽ എനിക്കറിയില്ല. അത് നെറ്റ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗുണം. ഇൻ്റർനെറ്റ് സൗഹൃദത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിനോദ് കൃഷ്ണ പറഞ്ഞത്. എനിക്ക് ലോകം മുഴുവനും ഫ്രണ്ട്സുണ്ട്. ലോകം മുഴുവനും ഫ്രണ്ട്സാണ്. ആരാണെന്ന് എവിടെയാണെന്ന് ഒന്നും തന്നെ അറിയില്ല. ഇത് തന്നെയാണ് ഈ നെറ്റ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗുണമായിട്ട് അദ്ദേഹം പറയുന്നത്. വിനോദ് കൃഷ്ണയുടെ മറുപടി സ്മിതയെ പ്രകോപിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു. കഷ്ടിച്ച് SSLC കടന്നുകൂടി കമ്പ്യൂട്ടർ കീബോർഡ് മാത്രം വഴങ്ങുന്ന വിനോദ് കൃഷ്ണ ഒരു കോടീശ്വരനായ സുഖലോലുപനാണ് എന്ന ചിന്തയാണ് സ്മിതയിൽ ഉണ്ടാക്കുന്നത്. സ്മിതയെപ്പോലെ തനിക്ക് ജീവിക്കാനാകില്ല, അതായത് ക്ലർക്കിൻ്റെ പണിയൊന്നെടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അയാൾ പറയുകയാണ്. അതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV വേണ്ടി മൂന്നാളോട് കടിപിടി കൂടുക ഭയങ്കരം തന്നെ. ഇന്ത്യ ഇപ്പോഴും ദരിദ്രനാരായണിമാരുടെ നാട് തന്നെയാണല്ലോ. എങ്കിലും സ്മിതയുടെ സ്വയം വർണ്ണന എനിക്കിഷ്ടമായി. സാധാരണയായി ഇന്ത്യൻ പെൺകുട്ടികൾ ആദ്യ കത്തിൽ തന്നെ ഇങ്ങനെ സ്വയം വർണ്ണിക്കാറില്ല. ചോദിക്കാനായി കാത്തു നിൽക്കും. പൊക്കം, തൂക്കം, മുടി എന്നൊക്കെ വിളിച്ചു പറയില്ല. നല്ല ഈഗോയുള്ള പെണ്ണാണ് സ്മിത, അല്ലേ? കത്തിൽ മുഴുവൻ അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നു. ഗസറ്റിൽ പരസ്യം ചെയ്ത് പേരുമാറ്റിയതും അതിന് കാരണം പറയാത്തതുമൊക്കെ അഹന്തയായി തോന്നി. തുടർന്ന് വിനോദ് കൃഷ്ണ അയാളെ തന്നെ പരിചയപ്പെടുത്തുന്നു. 70 കിലോ തൂക്കം, ചുരുണ്ട മുടി, ഫ്രഞ്ച് താടി, ഗോതമ്പിൻ്റെ നിറം. മതിയോ? ഇനി എന്തറിയണം? ഇഷ്ടപ്പെടുന്ന സംഗീതജ്ഞൻ, എഴുത്തുകാരൻ, ഇങ്ങനെ പലതും ആ കത്തിലുണ്ടായിരുന്നു. സ്മിതയെ അഹങ്കാരി എന്ന് വിളിച്ച് അവളെ വിരൽ പിടിപ്പിക്കുന്നുണ്ട്. ആദ്യ മറുപടിയോടെ രണ്ടുപേരും അകലുന്നു. വിനോദ് കൃഷ്ണയോടുള്ള വെറുപ്പും പ്രതിഷേധവും കൊണ്ടാണ് അയാളുടെ ഇമെയിൽ വിലാസങ്ങൾ അവഗണിച്ചുകൊണ്ട് അവൾ ഒറ്റ തപാലിൽ എഴുതുന്നത്. ആ കത്തിൽ നിന്ന് സ്മിതയുടെ വ്യക്തിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടവും സൗഹൃദങ്ങൾക്ക് അവൾ കൽപ്പിക്കുന്ന മൂല്യവും അവളുടെ ചിന്തകളും നിലപാടുകളും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശരീരമോ ശബ്ദമോ ഇല്ലാത്ത വികാരരഹിതമായ വാക്കുകൾ മാത്രമായി ബന്ധങ്ങൾ ചുരുങ്ങുന്ന ഈ സൈബർ ലോകത്ത് അവളുടെ ആത്മാഭിമാനം എത്രമാത്രം വ്രണപ്പെടുത്തിയെന്ന് തുടർന്നുള്ള പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നു. കത്തുന്ന തീയുടെ മനോഭാവമായിരുന്നു അവൾക്ക് എന്ന് കഥാകാരി കാവ്യാത്മകമായി ആ മനോനിലയെ ചിത്രീകരിക്കുന്നുമുണ്ട്. വിനോദ് കൃഷ്ണൻജിക്ക് അവൾ കത്തെഴുതുമ്പോൾ ഈ ദരിദ്രനാരായണിയുടെ പ്രണാമം സ്വീകരിച്ചാലും താങ്കൾക്ക് മലയാളം വഴങ്ങാത്തതുപോലെ എനിക്ക് ഇംഗ്ലീഷും വഴങ്ങില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അവൾ എഴുതുന്നത്. എൻ്റെ ഇമെയിൽ ID സ്മിത 1038 എന്നാണ്. 1037 സ്മിതകൾക്ക് പിറകിലാണ് ഞാൻ. അതിന് പോലും ഞാൻ ക്യൂ നിൽക്കേണ്ടി വന്നു. ആ ഒരു ഈഗോയാണ് തനിക്കുള്ളത് എന്ന് അവൾ പറയുകയാണ്. ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് നിയമങ്ങൾ നല്ല പിടിയില്ല. എനിക്ക് വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളേ ഉള്ളൂ. അവർ ആരാണെന്നും എവിടെയാണെന്നും എനിക്ക് നല്ലവണ്ണം അറിയാമെന്നും അവൾ എഴുതുന്നു. എൻ്റെ കത്ത് അഹങ്കാരം തുളുമ്പി നിൽക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്വയം വർണ്ണന താല്പര്യമില്ലെന്നും സൂചിപ്പിച്ചു. പക്ഷേ നിങ്ങളുടെ പരസ്യത്തിലെ ആ വാചകങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സുന്ദരൻ, അവിവാഹിതൻ, ബിരുദാനന്തര ബിരുദധാരി, ഏകാഗി, ഇത് സ്വയം വർണ്ണന അല്ല എന്നുണ്ടോ? നിങ്ങൾക്കൊരിക്കലും സ്മിതയെപ്പോലൊരു പെണ്ണിനെ മനസ്സിലാവില്ല. ക്ലാർക്കിൻ്റെ പണിയും വീട് വിട്ടകന്ന് പേയിങ് ഗസ്റ്റുമായി താമസിക്കുന്നത് എൻ്റെ സ്വത്വത്തിൻ്റെ പ്രഖ്യാപനമാണ്. സ്ത്രീധനത്തിൻ്റെ പിന്നാലെ ഒഴുകി ഏതെങ്കിലും ഒരുത്തൻ്റെ കിടപ്പറയിൽ അവന് കുട്ടികളെ പ്രസവിച്ചു കൊടുക്കുന്നതല്ല സ്ത്രീത്വം എന്ന ധാരണ കൊണ്ടാണ്. വായിൽ വെള്ളിക്കരണ്ടിക്ക് പകരം കമ്പ്യൂട്ടറുമായി ജനിച്ച നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല.
ചാറ്റ് റൂമിൽ ശബ്ദമോ ശരീരമോ ഇല്ലാത്തവരുമായി സല്ലപിക്കുന്ന നിങ്ങൾക്ക് മജ്ജയും മാംസവുമുള്ള ആരെയെങ്കിലും മനസ്സിലാക്കാനാവുമോ? കൂടുതൽ എഴുതാൻ എനിക്ക് തോന്നുന്നില്ല, ക്ഷമിക്കുക എന്ന് പറഞ്ഞ് സ്മിത കത്ത് അവസാനിപ്പിക്കുന്നുണ്ട്. തുടർന്നു വരുന്ന ഇമെയിലിൽ വിനോദ് സ്മിതയെ ഭൂതാവേശിത എന്നും ക്രൂരയായ സാഡിസ്റ്റ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഈ സൗഹൃദം ഒത്തുപോവില്ലെന്ന് മനസ്സിലാക്കിയ സ്മിത വിനോദിന് വീണ്ടും മറുപടി എഴുതുന്നു. അയാൾ മനസ്സിൽ ഏൽപ്പിച്ച മുറിവുകൾ ഉണങ്ങാൻ അവൾ തിരക്കുകൾ സ്വയം സ്വീകരിച്ചു. അപ്പോഴാണ് സ്മിതയുടെ മൗനം തന്നിലേക്ക് തറഞ്ഞു കയറുന്നു എന്ന് വിനോദ് മറുപടി അയക്കുന്നത്. അയാളോടിനി സൗഹൃദം പുലർത്തേണ്ട ദൃഢനിശ്ചയം മറന്ന് സ്മിത അയാളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നു. ഇവിടെ മുതൽ കഥ ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതായി കാണുന്നു. അയാൾ നയിക്കുന്ന സുഖജീവിതം അയാൾ നിർമ്മിച്ചെടുത്തതാണെന്നും അത് പൈതൃകമല്ലെന്നുമുള്ള തിരിച്ചറിവ് സ്മിതയ്ക്ക് വിനോദിനോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. അവളുടെ മനസ്സിലെ വെറുപ്പ് നീങ്ങി പകരം ഒരു അടുപ്പമാകാൻ തുടങ്ങുന്നു. ബ്രെയിനുണ്ട്, സമ്മതിച്ചു, പക്ഷേ ഹൃദയമോ? അതുകൂടി വേണ്ട. തൻ്റെ സ്വരം മൃദുലമാകുന്നതിൽ സ്മിത അതിശയിച്ചു എന്ന വാക്യം ഏത് ബൗദ്ധികമായ ഔന്നിത്യത്തിലും മനുഷ്യർക്ക് അടിസ്ഥാന ചോദനകളിൽ നിന്ന് അകന്നു നിൽക്കാനാവില്ലെന്ന സത്യം വെളിപ്പെടുത്തുന്നു. വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിനോദ് കൃഷ്ണയുടെ ചിത്രത്തിൻ്റെ കണ്ണുകളിലെ വേട്ടക്കാരൻ്റെ നോട്ടത്തെ തടയിടാനാകാതെ വിരൽ സങ്കോചത്തോടെ പിൻവലിക്കുന്ന സ്മിത ഇത് ശരിവെക്കുന്നു. ആൽബത്തിലെ ചിത്രത്തിൽ നിന്ന് അരക്ക് താഴെ തളർന്നവനാണ് വിനോദ് എന്ന സ്മിത തിരിച്ചറിയുന്നു. ഇത് സകല ധാരണകളെയും തകിടം മറിച്ച് അവളുടെ പിടിവാശികളെയും നിലപാടുകളെയും പ്രതിരോധത്തെയും തകർത്തു കളയുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ വലക്കണ്ണികളിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെടാൻ കഴിയാത്ത സ്മിതയെ കഥാകാരി അവതരിപ്പിക്കുമ്പോൾ വെബ്സൈറ്റ് വിനോദിൻ്റെ ചിത്രം മായ്ക്കാൻ കഴിയാതെ ഉഴലുന്ന സ്മിതയുടെ മനസ്സ് എന്ന ബിംബമായി പരിവർത്തനം ചെയ്യുന്നു. വ്യക്തിജീവിതത്തിലെ കുഴമറിച്ചിലുകളാണ് ഈ കഥയിലെ പ്രമേയം എന്ന് പറയാം. അസ്തിത്വ സംരക്ഷണത്തിനുള്ള പോരാട്ടം, യാന്ത്രിക ജീവിതത്തിലും അടിസ്ഥാന ചോദനകളിൽ നിന്ന് വിടുതൽ ലഭിക്കാത്ത അവസ്ഥ, സ്ത്രീ സ്വാതന്ത്ര്യം, ഇൻ്റർനെറ്റ് ലോകത്തെ സ്ത്രീ പുരുഷ ബന്ധം എന്നീ തലങ്ങളിലും ഈ കഥയ്ക്ക് ഏറെ പഠന സാധ്യതകൾ ഉണ്ട്. സമകാലിക ലോകം നവമാധ്യമങ്ങളുടെയും അത് സൃഷ്ടിക്കുന്ന നിശബ്ദങ്ങളുടെയും വലക്കണ്ണികൾക്കുള്ളിലാണ്. ഈ സൈബർ ഇടത്തിൽ സ്വന്തം അസ്തിത്വം നിലനിർത്താനും എന്നാൽ കാലത്തിനൊപ്പം ഓടിയെത്താനുമുള്ള മനുഷ്യൻ്റെ തത്രപ്പാട് വെബ്സൈറ്റ് എന്ന കഥയിൽ നമുക്ക് വായിച്ചെടുക്കാം. യാന്ത്രിക ലോകത്തിൽ ജീവിക്കുമ്പോഴും മനുഷ്യനോട് സംവദിക്കാതെ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഈ കഥ പകർന്നു നൽകുന്നുമുണ്ട്. ഈ പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, പുതിയ കാലത്ത് നവമാധ്യമ സ്വാധീനം മാധ്യമ അടിമത്തമായി മാറുന്നുണ്ടോ? ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ നവമാധ്യമങ്ങൾ ചതിക്കുഴികളാണോ എന്നൊരു ചോദ്യം ചോദിക്കാം. സ്വത്വത്തെ മറയ്ക്കാനും അതോടൊപ്പം വിപുലമായ സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഒരവസരം നവമാധ്യമങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇത് വെബ്സൈറ്റ് എന്ന കഥയെ മുൻനിർത്തി ചർച്ച ചെയ്യുക എന്ന ചോദ്യവും വിനോദ് കൃഷ്ണ എന്ന കഥാപാത്രത്തോട് സ്മിതയ്ക്ക് തോന്നുന്ന വൈകാരിക ബന്ധത്തിൻ്റെ മാനങ്ങളെപ്പറ്റി കുറിപ്പ് തയ്യാറാക്കുക. അതുപോലെ തന്നെ സ്മിത എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാം? ഒരു പരസ്യത്തിലായിരുന്നു തുടക്കം, ഒരു നടുക്കത്തിലായിരുന്നു ഒടുക്കം. കഥയിലെ ആരംഭവാക്യത്തിൻ്റെ പ്രസക്തി എന്ത്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുമല്ലോ. പുതിയൊരു അധ്യായവുമായി അടുത്ത് തന്നെ കാണാം. ഏവർക്കും നമസ്കാരം.